പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. സർക്കാരിന് 1 വർഷത്തിലധികം കാലാവധി ഉള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR ആനന്ദ് പറഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നും കളക്ടർ അറിയിച്ചു. നിലമ്പൂർ മണ്ഡലത്തിലെ MLA സ്ഥാനം ഒഴിവായതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ജില്ലയിൽ പൂർത്തിയായി വരുന്നു. അപ്പോൾ നമ്മുടെ നിയമസഭയ്ക്ക് ഇനി 1 വർഷത്തിലധികം കാലാവധിയുണ്ട് വേക്കൻസി ഒഴിവന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നടക്കേണ്ടതാണ്. 1 വർഷത്തിൽ താഴെയാണ് നിയമസഭയ്ക്ക് കാലാവധി എങ്കിലാണ് ഒരു പക്ഷേ ഇലക്ഷൻ കമ്മീഷന്, അത് കളക്ടർക്കല്ല ഇലക്ഷൻ കമ്മീഷന് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും മലപ്പുറത്ത് നിന്ന്. വിപിൻ, ഇപ്പോൾ PV അൻവർ കഴിഞ്ഞ 2-3 ദിവസമായി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇനിയും നീണ്ടുപോയാൽ കോടതിയെ സമീപിക്കുമെന്ന്. അപ്പോൾ അത് കോടതി കയറാൻ പോകുന്നതിന് മുമ്പാണ് കളക്ടറുടെ പ്രതികരണം വരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും, അത് വൈകി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നു. എപ്പോൾ പ്രതീക്ഷിക്കാം? എന്തെങ്കിലും സൂചനയുണ്ടോ? ഇല്ല, ഇതുമായി ബന്ധപ്പെട്ട സൂചനകളില്ല. പക്ഷെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ VR വിനോദും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. ഒപ്പം തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഈ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. 1100-ലധികം വോട്ടർമാരുള്ള സ്ഥലങ്ങൾ അത് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. 59 പുതിയ ബൂത്തുകൾ നിലവിൽ വന്നു. അതുപോലെ തന്നെ മെയ് 5-ാം തീയതി അന്തിമ വോട്ടർ പട്ടികയും പുറത്തു വരികയാണ്. അപ്പോൾ 5-ാം തീയതിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇത് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പല ഡേറ്റുകളും ഇതിനു മുൻപൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷെ അന്നൊക്കെ മാറ്റിവെച്ചതുകൊണ്ട് തന്നെ ആ ഒരു പ്രചാരണത്തിന്റെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആവേശം എല്ലാ മുന്നണികളും ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം സജീവമാക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഈ രീതിയിൽ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും അതൊന്ന് സജീവമാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. വിപിൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ മുന്നണികളൊക്കെ ഒരുക്കം തുടങ്ങിയതാണ്, പ്രചാരണമൊക്കെ തുടങ്ങി വെച്ചതാണ്. ചുവരെഴുത്തൊക്കെ പലയിടത്തും കണ്ടു, ചിഹ്നങ്ങളൊക്കെ പതിച്ച ചുവരെഴുത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ആവേശം ഇത് നീണ്ടുപോകുന്നതോടെ കുറഞ്ഞു. അപ്പോൾ ഈ കളക്ടറുടെ ഈ വാർത്താ സമ്മേളനത്തോടെ, ഈ പ്രഖ്യാപനത്തോടെ ഒരുപക്ഷെ വീണ്ടും മുന്നണി നേതാക്കളൊക്കെ സജീവമാകും. എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് തീയതി